ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ടെക് വീഡിയോസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു അടിപൊളി വാട്ടർ പമ്പ് ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക്. അതായത് ഇതിന് പ്രത്യേകം എന്ന് വെച്ചാൽ ഇത് വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറിന് ഒരു കംപ്ലയിൻറ്റ് വരില്ല, മോട്ടറിലേക്ക് വെള്ളം കയറില്ല. പിന്നെ ഇത് അടിപൊളി നല്ല വർക്കിംഗ് ആണ്, നിങ്ങൾക്ക് വീഡിയോ ചോദിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇത് വീഡിയോ കുറച്ച് കൂടുതൽ കാരണം ഫുള്ളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഞാൻ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് അടിക്കാൻ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ചാനൽ കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്ര ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നേരെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഐറ്റംസ് എന്തൊക്കെ വേണം നോക്കാം. നമ്മൾ ആദ്യമായി തന്നെ ഫസ്റ്റ് ആയിട്ട് വേണം മെയിൻ സാധനം മിനി മോട്ടർ ഉണ്ടോ. ഈ മിനി മോട്ടർ ഇങ്ങനത്തെ ഒരു മോട്ടർ വേണം നമുക്ക്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് 4 ടോപ്പ് വേണം നമുക്ക്. 3 ടിലോൻ്റെ ടോപ്പ്, കുറച്ച് വലിയ ടോപ്പായിട്ട് ടോപ്പ് എക്സ്ട്രാ വേണം നമുക്ക് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വയറിങ്ങിൻ്റെ പൈപ്പ് വേണം നമുക്ക് കേട്ടോ. ഓക്കെ, ചെറിയ പീസ് മതി നമുക്ക്. ഓക്കെ, പിന്നെ നമുക്ക് സാൻഡ് പേപ്പർ വേണം നമുക്ക്. പിന്നെ വാട്ടർ ലെവൽ പൈപ്പിൽ ചെറിയൊരു പീസ്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലക്സ് വിക്കർ ഗമ്മ് വേണം നമുക്ക് കേട്ടോ. അപ്പോൾ അത്ര ഐറ്റംസ് മതി. ഞാൻ ഉണ്ടായ രീതിയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുപ്പിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ സോൾഡറിങ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഹോൾസ് മതി. മോട്ടറിൻ്റെ ലീഫ് കൊടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് കടക്കാൻ ഭാഗത്തിനായിട്ട് ചെറിയൊരു ഹോൾസ് മതി നമുക്ക് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കത്തി വെച്ചൊന്ന് ലെവലായി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഉള്ളിലത്തെ ഒരു വാസർ, ഒരു ഗ്രേ കളർ വാസർ ഉണ്ട്. അത് നമ്മൾ സ്കൂളറിന്ന് ഉപയോഗിച്ചാൽ ജസ്റ്റ് ഒന്ന് അതിൽ റിമൂവ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മിനി മോട്ടർ അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ ചെയ്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഈ മിനി മോട്ടറിന് ആകെ 20 രൂപ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ഗമ്മ് നന്നായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതേ സ്പോട്ടിൽ തന്നെ ഗമ്മ് റിമൂവ് ചെയ്യണം, മറ്റേ ഇത് ടൈറ്റ് ആകും മോട്ടർ. അപ്പോൾ ഇത് കുറച്ച് പുറത്തേക്ക് വന്നിട്ട് ഞാൻ സ്കൂളറിന്ന് ഉപയോഗിച്ചാണ് ജസ്റ്റ് ഒന്ന് ക്ലീനായി കൊടുത്താൽ മതി കേട്ടോ. വേഗം പോരും അത്. ഓക്കെ ആണല്ലേ, ക്ലീനായി കണ്ടല്ലേ. ഇതേ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കൊരു ടോപ്പിൻ്റെ മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, അത് മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കൈയൊന്നും മുറിയാതെ വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായി തന്നെ ശ്രദ്ധിച്ചാൽ കട്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ സൈഡിലത്തെ കട്ട് ചെയ്ത ഭാഗം ഉണ്ടോ, അതൊന്ന് ലെവലാക്കി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഉള്ളിലത്തെ ഒരു ഗ്രേ കളർ ഭാഗം ഉണ്ടല്ലോ, അതും കൂടി നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഓക്കെ, റിമൂവ് ആക്കി. ഇനി നമുക്കിത് സാൻഡ് പേപ്പർ ഉപയോഗിച്ചാണ് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഒരു ലെവലാക്കണം കേട്ടോ. സാൻഡ് പേപ്പർ വന്ന് ഇപ്പോൾ ലോക്ക്ഡൗൺ അല്ല, അപ്പോൾ സാധനം കിട്ടാനില്ല. അപ്പോൾ ഉള്ളത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ. അതൊക്കെ അവിടെ ഇനി നമുക്ക് അതിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക. ചെറിയൊരു ഹോൾസ് മതി, നമ്മൾ സോൾഡറിങ് ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഹോൾസ് വലുതായി പോകും. അപ്പോൾ കത്രിക ചെറിയ മുള്ളാണ് ഉപയോഗിച്ചാണ്ട് ജസ്റ്റ് ചെറിയൊരു ഹോൾസ് മതി. മോട്ടറിൻ്റെ ലീഫിൻ്റെ അതുണ്ടല്ലോ, അത് കയറാൻ പാകത്തിനായിട്ട് ചെറിയൊരു ഹോൾസ് മതി കേട്ടോ. 2 സൈഡിലും തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹോൾസ് ആവുന്നതാണ്. ഇതാണ് ചെറിയൊരു ഹോൾസ് മതി നമുക്ക്. അതൊക്കെയാണ് ഹോൾസ്. ഇനി നമുക്കത് കത്തി വെച്ചൊന്ന് ലെവലാക്കി എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വയറിങ്ങിൻ്റെ പൈപ്പ് അതിന് ചെറിയൊരു പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഏകദേശം 1 സെൻറ്റി ചെറിയൊരു പീസ് മതി നമുക്ക്. 1 സെൻറ്റി വീതിയിൽ കട്ട് ചെയ്തെടുക്കുക കണ്ടല്ലേ. ഓക്കെ, എന്നിട്ട് നമുക്കത് 2 സൈഡ് നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ചാണൊന്ന് നന്നായി തന്നെ ഒരുതി ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അത് 4 പീസാക്കി നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക്. ഒരേ വലുപ്പത്തിൽ 4 പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 4 ഒരേ അളവിലാണത്. മറ്റേ നമ്മളെ ഇതിമേലാണ് മോട്ടറിന് ഫുള്ള് വർക്കിംഗ് വരുന്നത്. വെള്ളത്തിൻ്റെ ഫോഴ്സ് ഇതിമേലെ കിടക്കുന്നത് അറിയാം. അത് കറക്റ്റായി തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 4 നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ. ഇനി നമുക്ക് പിന്നെ ഈ ടോപ്പിൻ്റെ സൈഡത്തെ ബോർഡർ ആ ബോർഡർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് കേട്ടോ. അതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഓക്കെ,
ഇനി നമുക്ക് ഗമ്മാക്കിയിട്ട് നമുക്ക് അതിനെ ലീഫിൻ്റെ അതുണ്ടല്ലോ, അപ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ പൈപ്പിൻ്റെ അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഒന്ന് വലത്തെ ഭാഗത്തേക്കാണെങ്കിൽ മറ്റേത് ഇടത്തെ ഭാഗത്തേക്കാക്കിയാണ്ട് വെച്ച് കൊടുക്കുക കേട്ടോ. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നിങ്ങൾ വീട് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, കണ്ടില്ലേ. അപ്പം നല്ല ദമ്മുള്ള ഗമ്മ് എടുക്കാനായിട്ട്, അപ്പോൾ ഈ ഫ്ലെക്സിബിൾക്ക് അത്യാവശ്യം നല്ല ദമ്മുള്ള ഗമ്മാണത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വിട്ടു പോരൊന്നുമില്ല, കണ്ടോ. ഇതേ രീതി തന്നെ ചെയ്ത് കൊടുക്കുക, കണ്ടില്ലേ. അങ്ങനെ നമുക്ക് 4 ലീഫ് നമ്മളിത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ലീഫ് മേലാണ് നമ്മളെ വെള്ളത്തിൻ്റെ ഫോഴ്സ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് തെറ്റിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയും. അപ്പോൾ നല്ല ശ്രദ്ധിച്ചാണ് ചെയ്യാനായിട്ട്, കണ്ടല്ലേ. ഇതേ രീതി തന്നെ ചെയ്ത് കൊടുക്കുക, കണ്ടല്ലേ. ഓക്കെ. ഇനി നമുക്ക് പിന്നെ അത് ജസ്റ്റ് നമ്മളെ മോട്ടറിൽ കൂടെ ഇറക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബേക്കിൽ തട്ടാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ബേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നുണ്ട്, തട്ടാതെ വേണം ചെയ്യാനായിട്ട്. തട്ടിക്കഴിഞ്ഞാൽ മോട്ടർ സ്റ്റക്കാവും. എന്നിട്ട് അല്പം ഗ്ലൂ ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ചെയ്താൽ നമ്മൾ ആ മോട്ടർ സ്റ്റക്കാവും കേട്ടോ. എന്തായാലും ജസ്റ്റ് ഇങ്ങനെ കറക്കി കൊടുക്കണം. മറ്റെന്താ വെച്ചാൽ ഗമ്മ് ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മോട്ടർ സ്റ്റക്കാവും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി. ഓക്കെ. ഇനി നമുക്ക് 4 ലീഫിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് നമ്മൾ ഗ്ലൂ ഗണ്ണുണ്ടല്ലോ, കുറച്ചൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നമ്മളിത് വർക്ക് ചെയ്യണ്ടോ ഇല്ല നമുക്കൊന്ന് അറിയണ്ടേ. അപ്പോൾ ഓക്കെ ആണോ, വർക്കിംഗ് റെഡിയാണ്. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ഈ മരുന്നിൻ്റെ ടോപ്പ് ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് ഡെലിവറി ടോപ്പ് കുറച്ച് വലിയ ടോപ്പായിട്ട് വേണം നമ്മളെ മറ്റേ ടോപ്പ് ഉപയോഗിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്ലൂ ചെയ്തിട്ട് നമുക്ക് ആ ടോപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം, കണ്ടില്ലേ. ഇതേ രീതിയിൽ വേണം ചെയ്യാനായിട്ട്, കണ്ടില്ലേ. ഓക്കെ. എന്നാലും നന്നായി തന്നെ ഗ്ലൂ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് വെള്ളം കയറി കഴിഞ്ഞാൽ മോട്ടർ കംപ്ലൈൻ്റ് ആകും. അപ്പോൾ നന്നായി തന്നെ ഗ്ലൂ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന മോട്ടറാകുമ്പോൾ നന്നായി തന്നെ ഗ്ലൂ ചെയ്ത് കൊടുക്കണം. മറ്റേ ഉള്ളിലേക്ക് വെള്ളം കയറി മോട്ടർ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നന്നായി തന്നെ ഗ്ലൂ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ. ഇനി നമുക്കൊരു ചെറിയൊരു ഹോൾസിട്ട് കൊടുക്കുക. ഹോൾസിട്ട് നമുക്ക് ഈ മോട്ടറിന് 2 വയറുണ്ട്. ആ 2 വയർ നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം നമുക്ക് കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് നന്നായി തന്നെ ഗ്ലൂ ചെയ്താൽ നമുക്കിവിടെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ 2 മൂടിയും തമ്മിൽ നന്നായി തന്നെ ഗ്ലൂ ചെയ്ത് കൊടുക്കണം. ഓക്കെ. ഇനി നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ. എന്നിട്ട് നേരത്തെ ചെയ്ത മാതിരി തന്നെ നന്നായി തന്നെ ഗ്ലൂ നന്നായി തന്നെ പരത്തി കൊടുക്കുക. അത് ഒരിക്കലും ഉള്ളിലേക്ക് വെള്ളം കയറാൻ പാടില്ല. വെള്ളം കയറി കഴിഞ്ഞാൽ മോട്ടർ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ഇനി നമുക്ക് 2 വയറിന് ചെറിയ പീസ് നമുക്ക് വയറൊന്നും ജോയിൻ ചെയ്ത് കൊടുക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ഞാനിത് വയറ് വലിപ്പം ഉണ്ടാവും വിചാരിച്ചിരുന്നു. അപ്പോൾ ഇത് വയറ് വലിപ്പം കുറവാണിത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ അടപ്പുണ്ടല്ലോ വേക്ക് വെച്ചാൽ അത് കുറച്ച് വലുതാക്കിയാണ് ഓടിച്ചിട്ട് കൊടുത്തിട്ട് ഈ ജോയിൻ്റ് നേരെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഉള്ളിൽ ജോയിൻ്റ് അടിച്ചിട്ട് പുറത്തേക്ക് വയറ് നീട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് പുറത്ത് ജോയിൻ്റ് അടിച്ചിട്ട് ഇത് വയറ് ഉള്ളിലേക്ക് തള്ളി കൊടുത്തു നോക്കാം നമുക്ക് ഇവിടെ. നമ്മൾ സ്ലീവ് ഇട്ട് കൊടുത്തിട്ട് സ്ലീവ് ഒന്ന് ചൂടായി കൊടുത്താൽ നമുക്ക് ഇവിടെ ടൈറ്റ് ആയിട്ട് കിട്ടും. ഇൻസ്റ്റലേഷൻ ടൈപ്പിൽ പകരമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണിത് കേട്ടോ സ്ലീവ്. അപ്പോൾ ഒന്ന് ചൂടായി കൊടുത്താൽ കറക്റ്റ് ടൈറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ. ഇനി നമുക്ക് ആ ജോയിൻ്റ് ചെയ്ത ഭാഗം ആ ഭാഗം നമുക്കൊന്ന് ഉള്ളിലേക്കൊന്ന് തള്ളി കൊടുക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളിൽ ജോയിൻ്റ് അടിച്ചിട്ട് വയറ് പുറത്ത് കിട്ടാൽ മതി. മറ്റൊന്ന് കുറച്ച് റിസ്ക്കാണിത് വയറുള്ളിലേക്ക് തള്ളി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഓക്കെ. അങ്ങനെ നമ്മൾ വയറുള്ളിലേക്ക് തള്ളി കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഗ്ലൂ ചെയ്ത് കൊടുക്കാം അവിടെ കേട്ടോ. ഓക്കെ. ഗ്ലൂ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുപ്പിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഒരു ഹോൾസ് കൊടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ ഇവിടെ സോൾഡറിങ്ങാണ് ഉപയോഗിച്ചാണ് ഹോൾസ് ആക്കണത്. അപ്പോൾ നിങ്ങൾ ആക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഓവർ ഉള്ളിലേക്ക് തള്ളി കൊടുക്കാൻ പാടില്ല. തള്ളി കൊടുത്താൽ നമ്മൾ ലീഫ് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വലുതേ കൊടുത്താൽ മതി. പിന്നെ അതേമാതിരി നേരെ മുകളിലായിട്ട് ഒരു ഹോൾസ് കൊടുക്കുക. നമ്മുടെ ലീഫിൻ്റെ ഒക്കെ നേരെ മുകളിലായിട്ട് ഒരു ഹോൾസ് കൊടുക്കുക. അവിടെ നിന്ന് തന്നെ ഹോൾസ് വലുതാക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മളെ വാട്ടർ ലെവൽ പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പ് നമുക്കൊന്ന് ഇറക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഉള്ളിലേക്ക് നല്ലോണം തള്ളി കൊടുക്കരുത്. തള്ളി കൊടുത്താൽ ലീഫ് തട്ടിക്കഴിഞ്ഞാൽ ലീഫ് വർക്ക് ചെയ്യില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഗ്ലൂ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ. നന്നായിട്ട് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മോട്ടറിന് എല്ലാ വർക്കും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് മൊബൈൽ ചാർജർ ഉപയോഗിച്ചാൽ അത് വർക്ക് ചെയ്യിക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ USB കേബിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ പിന്നെ USB കേബിളിന് റെഡും മിനി മോട്ടർ റെഡും അതേമാതിരി തന്നെ
ബ്ലാക്കും തമ്മിൽ നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ ഷോർട്ടതൊക്കെ വേണ്ടി നമുക്ക് ബിസിനസ് ടൈപ്പ് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ സ്റ്റീവ് ഉണ്ടല്ലോ അത് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണമെങ്കിൽ ചെയ്ത് ഞാൻ കേട്ടോ. അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ അപ്പം മൊബൈൽ ചാർജർ നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലഗിലൊന്ന് കണക്ട് ചെയ്ത് സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കട്ടെ. നമുക്കിവിടെ നമുക്ക് സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, കണ്ടില്ലേ, നല്ല വർക്കിംഗ് ആണിത്. ഇനി നമുക്കിത് എത്രത്തോളം വോയിസ് ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കട്ടെ. നമുക്ക് നമ്മുടെ മോട്ടർ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ നമ്മൾ ഇനി നമുക്ക് നമ്മുടെ ചാർജർ പ്ലഗിൽ കണക്ട് ചെയ്ത് സ്വിച്ച് നമ്മൾ ഓണാക്കാൻ പോവാണ് സ്വിച്ച്. കണ്ടില്ലേ കണ്ടോ, നല്ല വോയിസ് ഉണ്ട് ഇത്. കണ്ടില്ലേ, ഞാൻ ഒരിക്കലും ഇത്രയ്ക്ക് ഞാനും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ നല്ല സക്സസ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, 100% വർക്കിംഗ് റെഡിയാണിത്. കാരണം ഇതിൻ്റെ മെയിൻ പ്രത്യേകത ലീഫ് വെച്ചതിൻ്റെ കറക്റ്റ് ഇതുകൊണ്ടാണ് നമുക്ക് ഇതിങ്ങനെ ഇതേ രീതിയിൽ കണ്ടോ മോട്ടർ വർക്ക് ചെയ്യണത്. കണ്ടില്ലേ, അപ്പോൾ ആ ലീഫ് കറക്റ്റ് ആയിട്ടാണ് ഇത്ര ദമ്മിൽ വോയിസ് നമ്മൾ ഇത് മോട്ടർ എടുക്കുന്നത്, വെള്ളം പുറത്തേക്ക് തള്ളുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഞമ്മത് വേറെ പാത്രത്തിൽ നമുക്കിത് വെള്ളം ഒന്ന് കണ്ടോ അടിച്ചു കൊടുക്കാം നമുക്ക്. കണ്ടില്ലേ, നല്ല വോയിസ് ഉണ്ട് ഇത് കണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് അടിക്കാൻ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ചാനൽ കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടതിലുള്ള ബെല്ലൈക്കൻ ഓണാക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത കൂടി കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.